ഒരു ഡോക്ടർ അയാളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരിക്കലും പോരാടാൻ കഴിയില്ല. അയാളുടെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. 6 മാസത്തോളം അയാൾ കിടപ്പിലായിരുന്നു. ജോലിയില്ല, പണമില്ല. ഹോളിവുഡ് അയാളെ തള്ളിക്കളഞ്ഞു. അയാളുടെ മുഖം അമേരിക്കക്കാർക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു. അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമായിരുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ, ഇങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ചെയ്യുക? അവർ വിധിയെ കുറ്റപ്പെടുത്തും. അവർ ദൈവത്തോട് പരാതിപ്പെടും. അവർ വിഷാദത്തിലേക്ക് വീഴും. അവർ കീഴടങ്ങും. എന്നാൽ ആ 28 വയസ്സുകാരൻ വ്യത്യസ്തമായ ഒന്ന് ചെയ്തു. കിടക്കയിൽ കിടന്നുകൊണ്ട് അയാൾ ഒരു ഡയറി എടുത്തു. ഒരു കത്ത് എഴുതി. ഒരു സംവിധായകനോടല്ല, ദൈവത്തോടല്ല, ഭാര്യയോട് പോലുമല്ല. അയാൾ അത് സ്വയം എഴുതി. ഞാൻ ബ്രൂസ് ലീ, അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഏഷ്യൻ സൂപ്പർ സ്റ്റാർ ആകും. അതിനു പകരമായി ഞാൻ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കും. 1970ഓടെ ഞാൻ ലോക പ്രശസ്തി നേടും. 1980 അവസാനത്തോടെ എനിക്ക് $10 മില്യൺ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വഴിയിൽ ജീവിക്കും. ആന്തരിക സമാധാനവും സന്തോഷവും നേടും. ഇത് ശ്രദ്ധിക്കുക, ഇത് ഭ്രമമായിരുന്നില്ല. ഇത് മനഃശാസ്ത്രപരമായ പ്രോഗ്രാമിംഗ് ആയിരുന്നു. ബ്രൂസ് ലീ ശക്തനായിരുന്നത് അയാളുടെ ചവിട്ടുകൾ കൊണ്ടല്ല. അയാൾ ശക്തനായിരുന്നത് അയാളുടെ ശരീരത്തെ മാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ മനസ്സിനെ മാസ്റ്റർ ചെയ്തതുകൊണ്ടാണ്. മിക്ക ആളുകളും ബ്രൂസ് ലീയെ ഒരു ആയോധന കലാകാരനായി അറിയുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്കറിയാം, അയാൾ സ്വയം അവബോധത്തിലും തത്വചിന്തയിലും മാനസിക അച്ചടക്കത്തിലും ഭ്രമിച്ചിരുന്നു. അയാൾ സ്വയം ഒരു ശാസ്ത്രജ്ഞനെ പോലെ പഠിച്ചു. നെപ്പോളിയൻ ഹിൽ ഇതിനെ ഒരു വ്യക്തമായ പ്രധാന ലക്ഷ്യം എന്ന് വിളിച്ചു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായ അക്കങ്ങളോടെ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അവയെ സ്വപ്നങ്ങളായി കണക്കാക്കുന്നത് നിർത്തി ദൗത്യങ്ങളായി കണക്കാക്കാൻ തുടങ്ങും. ബ്രൂസ് ലീ എഴുതിയില്ല, എനിക്കൊരുപാട് പണം വേണമെന്ന്. അയാൾ എഴുതി $10 മില്യൺ. വ്യക്തത ശ്രദ്ധ സൃഷ്ടിക്കുന്നു. ശ്രദ്ധ ശക്തി സൃഷ്ടിക്കുന്നു. ഇപ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എവിടെയെങ്കിലും വ്യക്തമായി എഴുതിയിട്ടുണ്ടോ? അതോ അവ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒഴുകി നടക്കുന്ന അവ്യക്തമായ ആഗ്രഹങ്ങൾ മാത്രമാണോ? ബ്രൂസ് ലീ വിശ്വസിച്ചിരുന്നു, ചെറിയ മാനസിക ബലഹീനതകളാണ് നമ്മുടെ മിക്ക ഊർജവും വറ്റിക്കുന്നത്. ഇന്ന് ആളുകൾ പറയും, ഞാൻ കഠിനമായി ജോലി ചെയ്തതുകൊണ്ട് ക്ഷീണിച്ചു എന്ന്. പക്ഷേ സത്യം ഇതാണ്, മിക്ക ആളുകളും ക്ഷീണിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിനുള്ളിൽ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ ചിന്തകൾ കൊണ്ടാണ്. അമിത ചിന്ത, ഭയം, താരതമ്യം, സ്വയം സംശയം, പശ്ചാത്താപം. ഈ അദൃശ്യമായ മാനസിക ശബ്ദം ശാരീരിക ജോലിയേക്കാൾ എത്രയോ മടങ്ങ് ഊർജം നശിപ്പിക്കുന്നു. ബ്രൂസ് ലീ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും പരിധികൾ വെക്കുകയാണെങ്കിൽ ആ പരിധികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കും. മിക്ക ആളുകളും അവരുടെ ചുറ്റും അദൃശ്യമായ ജയിലുകൾ കെട്ടിപ്പടുക്കുന്നു. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ ഫോൺ ആസക്തി ഉപേക്ഷിക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല. എനിക്ക് അച്ചടക്കത്തോടെ ഇരിക്കാൻ കഴിയില്ല. പതിയെ ഈ വാചകങ്ങൾ ഐഡന്റിറ്റിയായി മാറുന്നു. ബ്രൂസ് ലീ വിശ്വസിച്ചു. നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകളെ പ്രതിരോധിക്കുന്നത് നിർത്തി സത്യസന്ധമായി അവയെ അഭിമുഖീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ശക്തി ആരംഭിക്കുന്നത്. മറ്റുള്ളവരെ നിരീക്ഷിക്കുന്ന ആളല്ല ഏറ്റവും അപകടകാരി, തന്നെ നിരന്തരം നിരീക്ഷിക്കുന്ന ആളാണ്. സ്വയം അവബോധം വേദനാജനകമാണ്, പക്ഷേ അത് സ്വാതന്ത്ര്യവുമാണ്. ബ്രൂസ് ലീ ചെറുപ്പത്തിൽ ഐപ്പ് മാൻ എന്ന യജമാനന്റെ കീഴിൽ വിങ് ചൂൺ പരിശീലിച്ചു. എന്നാൽ ബ്രൂസ് ലീക്ക് കുറച്ച് ജർമ്മൻ പൈതൃകമുണ്ടായിരുന്നതിനാൽ പല വിദ്യാർത്ഥികളും അയാളെ തള്ളിക്കളഞ്ഞു.
അവൻ പൂർണ്ണ ചൈനീസ് അല്ല എന്ന് അവർ വിശ്വസിച്ചു. ആ നിരാകരണം ബ്രൂസ് ലീയെ എന്നേക്കും മാറ്റി. അയാൾ ഒരു ശക്തമായ കാര്യം തിരിച്ചറിഞ്ഞു: പൊരുത്തപ്പെടാൻ വിസമ്മതിക്കുന്ന ഏത് സമ്പ്രദായവും ശൈലിയും വിശ്വാസവും ഒടുവിൽ മരിച്ചുപോകും. ആ തിരിച്ചറിവാണ് അയാളുടെ ഏറ്റവും വലിയ തത്വചിന്തയ്ക്ക് ജന്മം നൽകിയത്. വെള്ളം പോലെയാകുക സുഹൃത്തേ. ആളുകൾ ഈ വാചകം എല്ലായിടത്തും ഉദ്ധരിക്കുന്നു, എന്നാൽ വളരെ കുറച്ചാളുകൾ അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നു. കല്ല് ശക്തമായി കാണപ്പെടുന്നു, പക്ഷേ കല്ല് സമ്മർദ്ദത്തിന് കീഴിൽ പൊട്ടുന്നു. വെള്ളത്തെ ഒടിക്കാൻ കഴിയില്ല. ഒരു ചുറ്റിക കൊണ്ട് വെള്ളത്തിലടിക്കുക, അതിനെ വെടിവെക്കുക, മുറിക്കുക. വെള്ളം പൊരുത്തപ്പെടുന്നു, രൂപം മാറ്റുന്നു, മുന്നോട്ട് നീങ്ങുന്നു. ആധുനിക സൈക്കോളജി ഇതിനെ മനഃശാസ്ത്രപരമായ വഴക്കം എന്ന് വിളിക്കുന്നു. ജീവിതം ആളുകളെ വേദനിപ്പിക്കുമ്പോൾ അവർ മാനസികമായി കർക്കശക്കാരാകുന്നു. അവർ പൊരുത്തപ്പെടുന്നത് നിർത്തുന്നു, അവർ ശ്രമിക്കുന്നത് നിർത്തുന്നു, അവർ അനിശ്ചിതത്വത്തെ ഭയക്കുന്നു. ബ്രൂസ് ലീ അതിന് വിപരീതമാണ് പഠിപ്പിച്ചത്: കല്ല് ആകരുത്, വെള്ളമാകുക. നിങ്ങളുടെ ദിശ നഷ്ടപ്പെടാതെ എല്ലാ സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടുക. ബ്രൂസ് ലീ ശാരീരികമായി മാത്രം ശക്തനായിരുന്നില്ല, അയാൾ ബൗദ്ധികമായി ഭ്രമിച്ചിരുന്നു. അയാളുടെ പക്കൽ 2000-ലധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവർ പാർട്ടികളിലും ആഘോഷങ്ങളിലും സമയം പാഴാക്കുമ്പോൾ ബ്രൂസ് ലീ തത്വചിന്തയും മനഃശാസ്ത്രവും തന്ത്രവും മനുഷ്യ സ്വഭാവവും പഠിച്ചു. അയാൾ ടാവോ തേ ചിങ് വായിച്ചു, ദി ആർട്ട് ഓഫ് വാർ വായിച്ചു, സെൻ ഇൻ ദി ആർട്ട് ഓഫ് ആർച്ചറി വായിച്ചു. അയാൾ പുസ്തകങ്ങൾക്കുള്ളിൽ കുറിപ്പുകൾ എഴുതി, ആശയങ്ങളെ ചോദ്യം ചെയ്തു, സ്വയം നിരന്തരം വിശകലനം ചെയ്തു. കാരണം ബ്രൂസ് ലീ ഒരു കാര്യം മനസ്സിലാക്കി: മിക്ക ആളുകളും ഒരിക്കലും തിരിച്ചറിയാത്ത ഒരു കാര്യം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. ബ്രൂസ് ലീ സ്വന്തമായി ഒരു ആയോധനകലാ തത്വചിന്ത സൃഷ്ടിച്ചു: ജീറ്റ് കുനെ ഡു, വഴി തടസ്സപ്പെടുത്തുന്ന മുഷ്ടിയുടെ വഴി. എന്നാൽ ഇത് വെറും പോരാട്ടത്തെക്കുറിച്ചുള്ളതല്ല, ഇത് ജീവിതത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ തത്വം ലളിതമായിരുന്നു: പ്രശ്നങ്ങൾ വളരുന്നതിനായി കാത്തിരിക്കരുത്, താമസത്തെ ഉടനെ നശിപ്പിക്കുക. മിക്ക ആളുകളും പ്രവർത്തനം വൈകിപ്പിക്കുന്നു, എന്നിട്ട് പ്രശ്നം വലുതാകുന്നു, എന്നിട്ട് ഭയം ശക്തമാകുന്നു, എന്നിട്ട് ആത്മവിശ്വാസം അപ്രത്യക്ഷമാകുന്നു. ബ്രൂസ് ലീ വിശ്വസിച്ചു: ഏറ്റവും നല്ല പ്രതിരോധം ഉടനടിയുള്ള പ്രവർത്തനമാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്ന നിമിഷം ഞാൻ നാളെ ചെയ്യാം, ആ ചിന്തയെ ഉടനെ ആക്രമിക്കുക. ഭയം പെരുകുന്നതിനു മുമ്പ് ഹോളിവുഡ് ബ്രൂസ് ലീയെ തള്ളിക്കളഞ്ഞപ്പോൾ അയാൾ കരഞ്ഞില്ല, അയാൾ സ്ഥിരീകരണത്തിനായി യാചിച്ചില്ല. അയാൾ ഹോങ്കോങ്ങിലേക്ക് മടങ്ങി, സ്വന്തം അവസരങ്ങൾ സൃഷ്ടിച്ചു. ചെറിയ ബഡ്ജറ്റിലും വലിയ ദർശനത്തിലും അയാൾ ലോകം കണ്ടിട്ടില്ലാത്ത സിനിമകൾ സൃഷ്ടിച്ചു. അയാളുടെ എൻറ്റർ ദി ഡ്രാഗൺ എന്ന ചിത്രം ഹോളിവുഡ് നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ടു. എന്നിട്ടും അതൊരു ആഗോള പ്രതിഭാസമായി മാറി. പരാജയമായി കണ്ട അതേ നിരാകരണം തന്നെയായിരുന്നു അയാളുടെ മഹത്വത്തിന് കാരണം. ഇത് നിങ്ങളുടെ ജീവിതത്തിനും ശരിയാണ്. ചിലപ്പോൾ അടച്ചുപോയ വാതിലുകൾ ശിക്ഷയല്ല, അവ വഴിതിരിച്ചുവിടലാണ്. നിങ്ങൾ ഇന്ന് വെറുക്കുന്ന തടസ്സം തന്നെയാകാം നാളത്തെ നിങ്ങളുടെ വിജയത്തിന് കാരണം. ബ്രൂസ് ലീ നിരന്തരം ഒരു ചെറിയ നോട്ട്ബുക്ക് തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്നു. ബഹളത്തിനും കുഴപ്പത്തിനുമിടയിൽ അയാൾ ഒരു വശത്തേക്ക് മാറി നിന്ന് സ്വയം ചിന്തകൾ എഴുതും. പ്രശസ്തനായതിനു ശേഷവും അയാൾ സ്വയം കത്തുകൾ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ട്? കാരണം അയാൾ പരാജയത്തേക്കാൾ ഒന്നിനെയാണ് കൂടുതൽ ഭയപ്പെട്ടിരുന്നത്: സ്വയം വഞ്ചിക്കുന്നതിനെ. മിക്ക ആളുകളും അവരുടെ ജീവിതം മുഴുവൻ സ്വയത്തിൽ നിന്ന് ഓടിച്ചെലവഴിക്കുന്നു. അവർ മറ്റുള്ളവരെ പകർത്തുന്നു, പ്രവണതകളെ പിന്തുടരുന്നു, മുഖംമൂടികൾ ധരിക്കുന്നു, ആത്മവിശ്വാസമുണ്ടെന്ന് നടിക്കുന്നു. എന്നാൽ ബ്രൂസ് ലീ വിശ്വസിച്ചു: നിങ്ങൾ സ്വയത്തിൽ നിന്ന് ഓടുന്നത് നിർത്തി ഒടുവിൽ നിങ്ങളുടെ മരണത്തിന് തൊട്ടുമുമ്പ് ബ്രൂസ് ലീ എഴുതി. പലരും തങ്ങൾ എന്തായിരിക്കണം എന്ന ഒരു സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ
ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെക്കുന്നു, സ്വയത്തെ സാക്ഷാത്കരിക്കാനല്ല. ആ വാചകം ഭയാനകമാം വിധം സത്യമാണ്. മിക്ക ആളുകളും ജീവിക്കുമില്ല, അവർ അഭിനയിക്കുകയാണ്. ബ്രൂസ് ലീ എൻഡർ ദ ഡ്രാഗൺ റിലീസാകുന്നതിന് തൊട്ടുമുമ്പ് 32 വയസ്സിൽ മാത്രം മരിച്ചു. അയാളെ അമർത്യനാക്കിയ ആ സിനിമ. അയാൾ ഒരിക്കലും ലോകം തനിക്ക് നൽകിയ വിജയം പൂർണ്ണമായി കണ്ടില്ല. അത് നമ്മളെ ഒരു അവസാന പാഠം പഠിപ്പിക്കുന്നു: പ്രതിഫലത്തിനു വേണ്ടി മാത്രം ജീവിക്കരുത്. ബ്രൂസ് ലീയുടെ യഥാർത്ഥ ലക്ഷ്യം പ്രശസ്തിയായിരുന്നില്ല, അത് സ്വയം മാസ്റ്ററിയായിരുന്നു. വിക്ടർ ഫ്രാങ്കിൾ ഒരിക്കൽ എഴുതി, വിജയത്തെ പിന്തുടരാൻ കഴിയില്ല, അത് സംഭവിക്കണം. വിജയം ഒരു ഉപോൽപ്പന്നമാണ്. അത് വരുന്നത് സമർപ്പണത്തിൽ നിന്നും, വളർച്ചയിൽ നിന്നും, അച്ചടക്കത്തിൽ നിന്നും, ലക്ഷ്യത്തിൽ നിന്നുമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഫലങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ജീവിച്ചേക്കില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ശക്തമായ സ്വയമാകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വിജയം സ്വയം പിന്തുടരും. ബ്രൂസ് ലീ എളുപ്പമുള്ള ജീവിതത്തിനായി പ്രാർത്ഥിച്ചില്ല. ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതത്തെ സഹിക്കാനുള്ള ശക്തിക്കായി അയാൾ പ്രാർത്ഥിച്ചു. ഒരുപക്ഷേ അതാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ആവശ്യമായ മാനസികാവസ്ഥ. കൂടുതൽ പ്രചോദനമല്ല, കൂടുതൽ ഒഴികഴിവുകളല്ല, കൂടുതൽ ശ്രദ്ധ തെറ്റിക്കലുകളല്ല, എന്നാൽ സ്വയം സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ കൂടുതൽ ധൈര്യം. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ബലഹീനതകളെ സ്വീകരിക്കുക, പ്രവർത്തനം വൈകിപ്പിക്കുന്നത് നിർത്തുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതുക, വെള്ളം പോലെ പൊരുത്തപ്പെടുക, ഓരോ ദിവസവും സ്വയം കെട്ടിപ്പടുക്കുക. കാരണം സ്വയം കീഴടക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥത്തിൽ പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 മാർഗങ്ങളേയുള്ളൂ. ഒന്നുകിൽ ഇതെല്ലാം ഒരു സിനിമാ കഥ പോലെ കേട്ട് മറന്നു കളയുക, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ മനസ്സിനെ മാസ്റ്റർ ചെയ്യും. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ എഴുതും. ഞാൻ താമസത്തെ വെട്ടിക്കളയും. ഞാൻ വെള്ളം പോലെയാകും. ഓരോ ദിവസവും ഞാൻ സ്വയം കെട്ടിപ്പടുക്കും. ഈ തീരുമാനമെടുക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. ഒരു ലക്ഷ്യത്തിൽ നിന്ന് തുടങ്ങുക, വ്യക്തമായി, കൃത്യമായ അക്കങ്ങളോടെ. ഞാനിത് ചെയ്യും. അതാണ് ബ്രൂസ് ലീയുടെ രീതി. അതാണ് വിജയത്തിൻ്റെ രഹസ്യം.